വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അറിയാലോ, എത്രയായിട്ട് അറിയില്ലല്ലോ. ജോഗ്രഫി എക്സാം നമുക്ക് ഇപ്പൊ തന്നെ നടക്കാൻ പോവാണ്. ഇനി എക്സാമിന് ഇവർ അറിയാത്തവരുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് മക്കളെ കുറച്ച് സമയം കൊണ്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? നിർബന്ധമായിട്ടും ഷുവറായിട്ട് നമുക്ക് ഈ ജോഗ്രഫി എക്സാമിന് വരുന്ന കുറച്ച് എസ്സേ ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഈ ക്വസ്റ്റ്യൻ പഠിച്ചെങ്കിൽ എന്താവും, നിങ്ങൾക്ക് എസ്സേ നിങ്ങൾക്ക് ഉറപ്പാണ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? റെഡി അല്ലേ നിങ്ങൾ എല്ലാവരും? കുറച്ച് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? ഏതൊക്കെയാകും? കൺഫ്യൂഷൻ ഉണ്ടാകും. ജോഗ്രഫിയിൽ ഓരോ ചാപ്റ്റേഴ്സിലും ഏതൊക്കെയാകും എസ്സേ ടൈപ്പ് ചോദിക്കുക. എസ്സേ കിട്ടി നമുക്ക് എന്തായി, ആ പകുതി മാർക്ക് ഇങ്ങോട്ട് കിട്ടി. നോക്കിയാലോ? ഓക്കെ അല്ലേ? റെഡി ആണോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഇന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ നോട്ട്സും മാത്രമല്ല ജോഗ്രഫിയുടെ എല്ലാ നോട്ട്സും ലഭിക്കും നമുക്ക് ഈ ഓണം എക്സാമിന്റെ ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? ജോഗ്രഫിയുടെ മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, PYQ, അതുപോലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും സമ്മറിയും മൈക്രോ ബിറ്റ് വരെ നമുക്ക് അവൈലബിൾ ആണ്. ബിറ്റ് എക്സാമിന് ബിറ്റ് വെക്കാനുള്ളതല്ല, എന്താണ് ഓരോ ടോപ്പിക്കും വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. റെഡി അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ ഈ വീഡിയോ താഴെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മുടെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അപ്പൊ ജോയിൻ ചെയ്യൂലേ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് കുറച്ച് ടഫ് ആയിട്ടുള്ള എക്സേ ക്വസ്റ്റ്യൻസ്. എന്താണ് ഫസ്റ്റ് ടോപ്പിക്? ഏതാണ്? നിയോ ഡിറ്റർമിനിസം. ഏതാണ്? നിയോ ഡിറ്റർമിനിസം, സ്റ്റോപ്പ് ആൻഡ് ഗോ ഡിറ്റർമിനിസം. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. നിങ്ങൾക്കത് ഈ ടോപ്പിക് നോക്കെ എസ് വരുമോ എന്ന് ഡൗട്ട് ഉള്ളവരുണ്ടോ? വരും മക്കളെ, എന്തായാലും വരും. ഈ ടോപ്പിക് ഒരു എസ്സേ ക്വസ്റ്റ്യന് നിർബന്ധമായിട്ടും വരും. കാരണം പോസിബിലിസം, നിയോ ഡിറ്റർമിനിസം ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ നിയോ ഡിറ്റർമിനിസം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ്? ഇറ്റ്സ് വെരി സിഗ്നിഫിക്കന്റ് ടുഡേ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ഈ നിയോ ഡിറ്റർമിനിസം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നമുക്ക് എക്സാം എഴുതാം? എങ്ങനെ എഴുതാം? യെസ്, നമുക്ക് ഈ ഒരു ടേം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താണ്? ഗ്രിഫ് ടൈലർ അല്ലേ? അതറിയാത്തൊരാരും ഇല്ലല്ലോ. യെസ്, നവനിശ്ചിതവാദം ഇതെന്താണ്? ആധുനിക ഭൂമിശാസ്ത്ര ആശയമാണ്. അത് ആവിഷ്കരിച്ച വ്യക്തിയാണ് നമ്മുടെ ഗ്രിഫ് ടൈലർ. മാത്രമല്ല ഇത് പ്രകൃതിയെയും മനുഷ്യരെയും തമ്മിലുള്ള ഒരു സമതുലിത ബന്ധത്തോടെയാണ് ഇത് കാണുന്നത്. അതുപോലെ പരിപൂർണമായ പരിസ്ഥിതി നിക്ഷയവാദത്തെയും അതിരൂക്ഷ സാഗവാദത്തെയും ഇത് നിരസിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? നവനിശ്ചിതവാദം പ്രകാരം പ്രകൃതിക്ക് പരിധികളുണ്ട്. ഇവിടെ എന്തുണ്ട്? പ്രകൃതിക്ക് ലിമിറ്റ് ഉണ്ട്. എന്നാൽ ആ പരിധിക്കുള്ളിൽ മനുഷ്യൻ സാങ്കേതിക വിദ്യയുടെയും ആ മനുഷ്യന് ലഭിച്ചിട്ടുള്ള അറിവിന്റെയും എല്ലാം സഹായത്തോടെ അത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ കാലവുമായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാം? അപ്പൊ നമുക്കറിയാം ഇന്ന് ഒരുപാട് കാരണം ഇപ്പൊ വനനശീകരണം സംഭവിക്കുന്നുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ, ഉണ്ടോ? അതുപോലെ മലിനീകരണം, അതിരൂക്ഷമായ നഗരവൽക്കരണവും തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളൊക്കെ പ്രകൃതിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൂട്ടി നമുക്ക് എന്ത് എഴുതാം? നിയോ ഡിറ്റർമിനിസം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എഴുതാം. സിമ്പിൾ അല്ലേ? എഴുതിക്കൂടെ? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ പഠിച്ചു വെച്ചോളൂ. എന്തായാലും നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഷുവർ ആണ്? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഇത് പറയുന്നത് ദ വേരിയസ് ജിയോഗ്രഫിക്കൽ, ഇക്കോണമിക്കൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ലാക്ക് ഇൻഫ്ലുവൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ. എന്താണ്? ജനസംഖ്യയുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന വിവിധ ഭൂമിശാസ്ത്രപരവും സാമ്പത്തികപരവും സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങളെ ചർച്ച ചെയ്യുക. സിമ്പിൾ ആണ്. നിങ്ങൾ പഠിച്ചവർക്കറിയാം ഈ ടോപ്പിക് വളരെ സിമ്പിൾ ആണെന്നുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം നമുക്ക് എങ്ങനെ എക്സാം എഴുതാം. എന്തൊക്കെയാണ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ്? എന്തൊക്കെയാണ്? ഒന്നെന്താണ്? അവൈലബിലിറ്റി ഓഫ് വാട്ടർ, വെള്ളം. ജലമില്ലാതെ മക്കളെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ?
ഒന്ന് പറഞ്ഞേ, വെള്ളമില്ലാതെ നമ്മൾ എങ്ങനെയാ മക്കൾ ജീവിക്കുക? മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. കുടിക്കാനായാലും ഭക്ഷണം പാചകം ചെയ്യാനായാലും അതുപോലെ തന്നെ മനുഷ്യന് മാത്രമല്ല സസ്യ ജീവ ജന്തുജാലങ്ങൾക്കൊക്കെ എന്ത് വേണം? വെള്ളം വേണം. വെള്ളമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. മറ്റൊന്നാണ് എന്ത്? ലാൻഡ് ഫോംസ്, ഭൂരൂപങ്ങൾ. എന്താണ്? പീപ്പിൾ പ്രിഫർ ലിവിങ് ഓൺ എ ഫ്ലാറ്റ് പ്ലെയിൻ ആൻഡ് ജെന്റിൽ സ്ലോപ്സ് ഏരിയാസ്. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്ങനത്തെ ഏരിയാസിൽ താമസിക്കാനാണ്? പരന്ന സമതലങ്ങളിലും അതുപോലെ തന്നെ മൃദുവായ ചെരിവുകളിലും ജീവിക്കാനാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സത്യമല്ലേ? നിങ്ങൾ ആരും ആഗ്രഹിക്കുന്ന എങ്ങനത്തെ ഏരിയാസ് ആകും? ഇതുപോലെ ഫ്ലാറ്റ് ഏരിയാസ് ആവും അല്ലെ? എന്തുകൊണ്ടാണ്? ആ പ്രദേശങ്ങളിലെ വിളകളുടെ ഉൽപാദനത്തിനും റോഡുകളും വ്യവസായം നിർമ്മിക്കുന്നതിനൊക്കെ എന്താണ് അത് അനുകൂലമായിട്ടത് അല്ലെ ഒക്കെ അനുകൂലമായിട്ട് നിൽക്കും. ദെൻ മൗണ്ടെയിൻ, നമ്മൾ പർവ്വത പ്രദേശങ്ങളൊക്കെ നോക്കുകയാണെങ്കിലോ എന്താണോ കുഞ്ഞു പ്രദേശങ്ങളിലൊക്കെ ഗതാഗത മാർഗങ്ങൾ എന്താണ് വികസനം തടസ്സപ്പെടുത്താറുണ്ട്. അല്ല, ഒരു ഫെസിലിറ്റീസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് ലഭിക്കൽ എന്താണ് കുറവ് തന്നെയാണ്. ദെൻ മറ്റൊന്നാണ് എന്തേ? ക്ലൈമറ്റ്, കാലാവസ്ഥ. അതിനെ ബാധിക്കുന്ന ഒരു ഘടകമാണ് എന്താണ്? വളരെ ചൂടുള്ളതും എന്നാൽ ഭയങ്കര തണുത്തതോ ആയ മരുപ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ജീവിക്കുവാൻ കഴിയില്ല. മനുഷ്യന് ഒരു രണ്ടും കൂടെ ഒരു മീഡിയം ആയിട്ടുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുവാൻ സാധിക്കുക. അപ്പൊ അതും എന്താണ് വളരെ ഒരു നമ്മൾ ജോഗ്രഫിക്കൽ നോക്കുമ്പോൾ ക്ലൈമറ്റ് നമ്മളെ ബാധിക്കുന്നുണ്ട് ഉണ്ടല്ലോ. മറ്റൊന്നാണ് എന്ത്? മണ്ണ്, സോയില്. അറിയാലോ, soil, fertilized soils are important for agricultural and allied activities. നല്ല ഫലപുഷ്ടമായ വളക്കൂറുള്ള മണ്ണിലാണ് നമ്മൾ കൃഷി ചെയ്യാറുള്ളത്. എന്നാലേ വിള അങ്ങോട്ട് പെട്ടെന്ന് മുളച്ച് വരാറുള്ളൂ അല്ലെ. ഇപ്പൊ ഈ ഫലപുഷ്ടല്ലാത്ത മണ്ണിൽ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്താൽ എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാകും. മണ്ണും എന്താണ്? അതിന് പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റേതാണത് ഇക്കോണമിക് ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സാമ്പത്തിക ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്താണ്? ഒന്ന് നമ്മുടെ മിനറൽസ്, ധാതുക്കളാണ്. ധാതുക്കളാണല്ലേ. ധാതു നിക്ഷേപമുള്ള പ്രദേശങ്ങളെ വ്യവസായങ്ങളെ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കും അല്ലെ. വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടാവുക? എവിടെയാണ് മിനറൽസ് ഉള്ളത് അവിടെയാവും ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവുക. ഇപ്പൊ കുന്നിന്റെ മണ്ടയിലാണെങ്കിലോ അവിടെ ഉണ്ടാകും. അതാണ് എവിടെയാണ് നമ്മുടെ ധാതു ഉള്ളത് അവിടെയാണ് ഉണ്ടാവുക. ദെൻ ഖനന വ്യാവസായിക പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങൾ, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ദെൻ മറ്റൊന്നാണ് എന്ത്? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യാവസായിക വൽക്കരണം. ദെൻ വ്യാവസായിക വൽക്കരണം ധാരാളം തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. വ്യാവസായിക മേഖലയിൽ താമസിക്കാനാണ് ജനങ്ങൾ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്ന. ഫെസിലിറ്റീസ് അവിടെ എന്താവും? ഒന്നും കൂടെ മെച്ചം നമുക്ക് ലഭിക്കും. അപ്പൊ മിനറൽസ് ഉള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികൾ ഉണ്ടാവുക. വ്യവസായശാലയുടെ അടുത്തൊക്കെയാണ് താമസിക്കാൻ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നത്. ഇന്ത്യയിൽ ബീഹാർ അറിയാലോ എവിടെയാന്നുള്ളത്? മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അധിക ജനസാന്ദ്ര വ്യവസായവൽക്കരണം മൂലമാണ് ഉണ്ടായുള്ളത്. ഇത്രയും സംസ്ഥാനങ്ങളിൽ ജനസാന്ദ്രത കൂടുവാനുള്ള കാരണം എന്താണ്? ഇൻഡസ്ട്രികളുടെ ഭാഗമാണ് ആണല്ലോ. മറ്റൊന്നാണ് എന്ത്? ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. എന്താണ്? ഗതാഗത സൗകര്യങ്ങൾ. ഇപ്പൊ ഗതാഗത സൗകര്യങ്ങൾ വികസിച്ച സ്ഥലങ്ങളിൽ ജനസംഖ്യ കൂടുതൽ കേന്ദ്രീകരിക്കും അല്ലെ. അപ്പൊ നമ്മളായപ്പോൾ നല്ലൊരു ഗതാഗത സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ അങ്ങോട്ട് യാത്ര ചെയ്യാനൊക്കെ. അപ്പൊ ഗതാഗത സൗകര്യമുള്ള ഈ ടൗണിലൊക്കെ താമസിക്കാനാവും കൂടുതൽ ആളുകൾക്ക് എന്തുണ്ടാവുക? ആഗ്രഹം, ഇഷ്ടം ഉണ്ടാവുക. ദെൻ മറ്റൊന്ന് ലാസ്റ്റ് വണ്ണാണ് എന്ത്? സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. എന്താണ്? സാമൂഹ്യ സാംസ്കാരിക ഘടകങ്ങൾ. ലോകത്തിലെ അധിക ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താകും? വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളായിട്ട് നമുക്കത്
കാണാൻ സാധിക്കും. ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളും ജനസംഖ്യ സ്വാധീനിക്കുന്ന മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ട്? രാഷ്ട്രീയ, മതപരമായി, സാംസ്കാരിക മേഖലയിലൊക്കെ ജനങ്ങളെ തിങ്ങി പാർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമുക്ക് എവിടെ പഠിക്കാണ്ട്? ഈ ഒരു ക്വസ്റ്റ്യനിൽ പഠിക്കാണ്ട്. എന്തായാലും പഠിച്ചോളൂ മക്കളെ, എന്തായാലും നമുക്ക് എസ്സേ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ സെറ്റല്ലേ? പഠിക്കുക നിങ്ങളെ? ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. 4 pillars ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. എന്താണ്? മാനവ വികസനത്തിന്റെ 4 തൂണുകളാണ്. അറിയാലോ? ഏതൊക്കെയാണ്? ഇക്വിറ്റി, പിന്നെ പ്രൊഡക്ടിവിറ്റി, വേറെ ഏതൊക്കെയാ വരുന്നേ? എംപവർമെന്റ്, സസ്റ്റൈനബിലിറ്റി. എല്ലാം അറിയാലോ? ഓക്കെ അല്ലേ? ഇക്വിറ്റി, തുല്യത, സുസ്ഥിരത, ഉൽപാദനക്ഷമത, ശാക്തീകരണം. ഇത് 4 പഠിച്ചു വെച്ചോളൂ. എന്താണ് ഇക്വിറ്റി? വാട്ട് ഈസ് ഇക്വിറ്റി? എല്ലാവർക്കും തുല്യമായി അവസരങ്ങൾ ലഭ്യമാകുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ ലിംഗഭേദം, വംശം, വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജാതി എന്നിവയൊന്നും നോക്കാതെ എല്ലാ ആളുകൾക്കും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അത് ഈക്വലായിട്ട് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ അവസരങ്ങളാണെങ്കിലും അല്ലെ, ഇപ്പൊ ഒരു ജോലിന്റെ കാര്യമാണെങ്കിലും ഒക്കെ എന്താ ഒന്നും നോക്കാതെ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ജോലി കൊടുക്കുക, അതാണ് ഇക്വിറ്റി. ഓക്കെ അല്ലെ? ഇക്വിറ്റി അറിയാത്തവരുണ്ടോ? ഇല്ല. ഓക്കെ. സസ്റ്റൈനബിലിറ്റി. എന്താണ് സുസ്ഥിരത? സസ്റ്റൈനബിലിറ്റി എന്താണ്? അവസരങ്ങളുടെ ലഭ്യത, തുടർച്ച എന്നാണ് നമ്മൾ സുസ്ഥിരതയുടെ മീനിങ് ആയിട്ട് പറയുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഓരോ തലമുറയ്ക്കും ഓരോ അവസരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്താവശ്യമോ അത് അമിതമായിട്ടുള്ള ആവശ്യങ്ങൾ ആവരുത്. വരും തലമുറയ്ക്കും അത് വേണമെന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് അത്യാവശ്യ ഘടകമാണ്. മറ്റൊന്നാണ് എന്ത്? പ്രൊഡക്ടിവിറ്റി. എന്താണ്? പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത എന്നത് എന്താണ്? മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഉൽപാദനക്ഷമത അല്ലെങ്കിൽ എന്താണ്? അവന്റെ അധ്വാനത്തിന്റെ അടിസ്ഥാനമാണ് എന്ത് പറയുന്നത്? ഉൽപാദനക്ഷമത എന്ന് ആളുകളിൽ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിലൂടെ അത്തരം ഉൽപാദനം നിരന്തരം സമ്പന്നമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്? ഉൽപാദനക്ഷമത എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് എന്ത്? എംപവർമെന്റ്. എന്താണ്? ശാക്തീകരണമാണ്. എംപവർമെന്റ്, ശാക്തീകരണം. എന്താണ്? It have the power to make choices. Such power comes from increasing freedom and capability. അല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? തിരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ശക്തി ഉണ്ടായിരിക്കുക. അത് മാത്രമല്ല, ശക്തി ലഭിക്കുന്നത് സ്വാതന്ത്ര്യവും കഴിവും വർദ്ധിപ്പിക്കുന്നതിന് എന്നുമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. എന്തായാലും എക്സാമിന് ചോദിച്ചിരിക്കും. ഷുവർ ആണ്, പഠിച്ചോളൂ. മറ്റൊരു ഡിഫറെന്റ് ടോപ്പിക് ആണ് എന്ത്? ഫാമിംഗ് മെത്തേഡ്. എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ് ആണ്. എന്താണ് ഈ ടോപ്പിക്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എന്താണ്? സബ്സിസ്റ്റന്റ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ എന്താണ്? പ്രിമിറ്റീവ് സബ്സിസ്റ്റന്റ് അഗ്രികൾച്ചറും അതുപോലെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചറുമാണ്. ഇത് 3 നന്നായിട്ട് പഠിച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റന്റ് അഗ്രികൾച്ചർ? ഇത് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന പേരിൽ നമ്മൾ അതിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറും അതിനെ പറയുന്ന മറ്റൊരു പേരാണ്. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും പഠിച്ചു വെക്കുക എന്താന്നുള്ളത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയില് എന്താ വിളിക്കുന്നത്? ജമ്മിങ് എന്നും അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്ക, മെക്സിക്കോയിലൊക്കെ മിൽപ്പ എന്നും, ഇന്തോനേഷ്യ, മലേഷ്യയില് ലഡാങ് എന്നുമാണ് അതിനെ വിളിക്കുന്നത്. 3 പേരുകളിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പേരുകളിലാണ് നമ്മുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? പഠിച്ചോളൂ. എന്തായാലും ചോദിക്കും. ഓക്കെ അല്ലേ? മറ്റൊന്നാണ് എന്ത്? ഇന്റൻസീവ് സബ്സിസ്റ്റൻസ്, തീവ്ര ഉപജീവന കൃഷി.
ഇത് നമ്മൾ 2 ടൈപ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് വെറ്റ് പാഡി കൾട്ടിവേഷനും മറ്റൊന്ന് നോൺ പാഡി കൾട്ടിവേഷനുമാണ്. വെറ്റ് പാഡി എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലം എങ്ങൊന്നും നനഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലാണ് നെൽകൃഷിയൊക്കെ ഉണ്ടാവുക അല്ലെ. അപ്പൊ അത്തരം കാർഷിക മേഖലയൊക്കെയാണ് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് നോൺ പാഡി കൾട്ടിവേഷൻ ആണ്. നെല്ല് ഇതര കൃഷിയാണ്. ഇവിടെ നെല്ല് ഒഴികെയുള്ള വിള കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ കാലാവസ്ഥ, മണ്ണ്, അതുപോലെ മറ്റ് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്നിവയുടെ വ്യത്യാസങ്ങൾ കാരണം ഈ ഒരു പ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുവാൻ കഴിയില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ എങ്ങനെ നമുക്ക് ലഭിക്കും? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എങ്ങനെ മിസ് ഈ നോട്ട് നമുക്ക് ലഭിക്കുക? എങ്ങനെ ലഭിക്കും? നമ്മുടെ ഈ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ നോട്ട്സും അതിന് കൂടെ തന്നെ എന്നും കൂടെ ഉണ്ട് മക്കളെ. മൈക്രോബിറ്റ് അവൈലബിൾ ആണ്. നോട്ട്സ്, PYQ, ജോഗ്രഫിയുടെ മോഡേൺ ക്വസ്റ്റ്യൻസ്, ഈച്ച് ചാപ്റ്റേഴ്സ് സമ്മറി, ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം ഒരു കുട കീഴിൽ കിട്ടും. അപ്പൊ എന്താ ചെയ്യുക? പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് നമ്മുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? മാത്രമല്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? കമന്റും കൂടെ ചെയ്യുക. എന്ത് കമന്റ് ചെയ്തോളൂ. മാത്രമല്ല ഇനി എന്തൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. ഓക്കെ അല്ലേ? ചോദിച്ചല്ലോ മക്കളെ? മറ്റൊന്നാണ് എന്ത് പറയുന്നത്? മൈനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മൈനിങ്. പ്രൈമറി ആക്ടിവിറ്റി. മൈനിങ് എന്താണ്? ഒരു പ്രാഥമിക പ്രവർത്തനമാണ്. 2 ടൈപ്സ് ഓഫ് മൈനിങ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഓഫ് മൈനിങ്? ഒന്ന് സർഫസ് മൈനിങ്ങും അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്? അണ്ടർഗ്രൗണ്ട് മൈനിങ്ങുമാണ് പഠിക്കാനുള്ളത്. ഇപ്പൊ ഈ സർഫസ് മൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ കാസ്റ്റ് മൈനിങ് എന്നും പറയുന്നുണ്ട്. ഇവിടെ മിനറൽസ് എവിടെ ഉണ്ടാവുക? എവിടെയാകും? ഉപരിതലത്തിന്റെ ഏറ്റവും താഴെയായിട്ട് സർഫസിന് എടുത്തായിട്ടാവും നമുക്ക് എന്തുണ്ടാവുക? മിനറൽസ് നമുക്ക് ഉണ്ടാവുക. അപ്പൊ മാത്രമല്ല കൂടുതലായിട്ടുള്ള ടെക്നോളജി ഒന്നും ഉപയോഗിക്കുന്ന ടൂൾസും കാര്യങ്ങളും ഒന്നും വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല. കാരണം ഈസി ആയിട്ട് നമുക്ക് മിനറൽസ് എടുക്കാൻ സാധിക്കും. അതാണ് എന്ത്? സർഫസ് മൈനിങ് എന്ന് പറയുന്നത്. എന്നാൽ അണ്ടർഗ്രൗണ്ട് മൈനിങ് അങ്ങനെയാണോ? ഭൂഗർഭ ഖനനം എങ്ങനെയാണ്? ഇവിടെ മിനറൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിലാണ് നിങ്ങൾ താഴെയായിട്ടാവും ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അത് എടുക്കണമെങ്കിൽ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളും ടൂൾസും കാര്യങ്ങളൊക്കെ അനിവാര്യമാണല്ലോ. അപ്പൊ എന്തൊക്കെ വേണ്ടി വരും? ലിഫ്റ്റ്, ഡ്രിൽസ്, വെന്റിലേഷൻ സിസ്റ്റം, ഫുൾ പ്രൂഫ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടിങ് മെൻ ആൻഡ് മെറ്റീരിയൽ സേഫ്റ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അനിവാര്യമാണ്, ആവശ്യമാണ് ആണല്ലോ. മാത്രമല്ല ഈ മേഖലയിൽ ഒരുപാട് അപകട സാധ്യതയും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിസൺ ഗ്യാസ് ഒക്കെ വരുന്നവർ ഭൂമിയുടെ ഉള്ളോട്ട് പോകുന്ന ഓക്സിജന്റെ അളവ് എന്താകും? കുറഞ്ഞു വരും. അതുപോലെ ഒക്കെ സംഭവിച്ചൊക്കെ അടർന്ന് വീണതൊക്കെ നമുക്ക് ഭയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ തൊഴിൽ ഏറ്റെടുക്കൽ കുറവായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്? തൊഴിലാളികൾ അവൈലബിൾ ആയതുകൊണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എന്ത്? ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 4 ഫേസുകളിലായിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് പറയുന്നുണ്ട്. 4 ഇയേഴ്സിലൊക്കെ ആയിട്ട്. ഇത് എന്താണ്? എക്സാമിന് വരും. പഠിച്ചോളൂ മക്കളെ. എന്താണ് ചോദിക്കും? എന്താണ് മക്കളെ? ഫസ്റ്റ് ഫേസ് ഏതാണ്? 1901 to 1921 വരെയാണ്. സെക്കൻഡ് ഫേസ് 1921 to 1951 വരെയാണ്. തേർഡ് ഫേസോ 1951 to 1981 ആണ്. ഫോർത്ത് 1981 to 2001 വരെയാണ് നമ്മുടെ ഫേസ്. പഠിച്ചോളൂ മക്കളെ. എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് എസ്സേ പ്രതീക്ഷിക്കാം. എന്താണ് ഫേസ് 1 എന്ന് പറയുമ്പോൾ? എന്താണ്? ഇതൊരു മുരടിച്ച ഒരു
ഘട്ടമാണ്, ജനസംഖ്യ മുരടിച്ച ഘട്ടമാണ്. മാത്രമല്ല ഇവിടെ എന്താണ്, ജനസംഖ്യയുടെ വളർച്ച നോക്കുകയാണെങ്കിൽ എന്താണ്, നിരക്കില് കുറവുണ്ടാവുകയും അതുപോലെ ജനസംഖ്യ വർധനവ് മന്ദഗതിയിലാവുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? മാത്രമല്ല സെക്കൻഡ് ഫേസ്, രണ്ടാം ഘട്ടത്തിൽ എന്താണ്, ജനസംഖ്യ വളർച്ച നോക്കിയ ഒരു സുസ്ഥിരവും ജനസംഖ്യ വളർച്ച രേഖപ്പെടുത്തിയ ഒരു ഘട്ടമായിരുന്നു. ഇന്ത്യൻ ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലത്താണ്. മാത്രമല്ല ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെട്ടതോടെ എന്തായി, മരണനിരക്കിൽ കാര്യമായ കുറവുണ്ടാവുകയും ചെയ്തു. അതാണ് എന്ത്, സെക്കൻഡ് ഫേസിൽ പറയുന്നത്. തേർഡ് ഫേസ് എന്താണ് ഇതെന്താണ്, ജനസംഖ്യ വളർച്ചയുടെ മൂന്നാം ഘട്ടമാണ്. മാത്രമല്ല ജനസംഖ്യയുടെ വിസ്ഫോടന കാലഘട്ടമായിരുന്നു ഏത്, തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ മരണനിരക്ക് അതിവേഗത്തിൽ കുറയുകയും അതുപോലെ തന്നെ ജനനിരക്ക് കുത്തനെ ഉയരുകയുമാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ? ദെൻ ലാസ്റ്റ് ഫേസ് ആണ് ഏത്, ജനസംഖ്യ ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ദൃശ്യമാകുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഈ 3 ഫേസ് നിങ്ങൾ പഠിച്ചോളൂ. മൂന്നല്ല 4 പഠിക്കണം. എന്തായാലും നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. മറ്റൊരു ടോപ്പിക് ആണ് എന്ത്, ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ. എക്സ്പ്ലെയിൻ എനി 3, 1, 2, 4. നമുക്ക് 4 റൂറൽ സെറ്റിൽമെന്റ് നമുക്കുണ്ട്. അതിലെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിൽ എത്രണ്ണമാണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. അപ്പൊ ഈ ടോപ്പിക്കും എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ടോപ്പിക്കാണ്. എന്തായാലും നമുക്ക് ഈ ഭാഗത്തിന് എസ്സേ പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലോ? യെസ്. ഏതൊക്കെയാണ് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്, എന്താണ് കേന്ദ്രീകൃതമായ വാസസ്ഥലങ്ങളും, മറ്റൊന്നാണ് എന്ത് സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് അർദ്ധ കേന്ദ്രീകൃതമായ വാസസ്ഥലങ്ങളും, മറ്റൊന്നാണ് ഹാംലെറ്റഡ് ആണ് അല്ലെ, ഏതാനും വീടുകളുള്ള ചെറുഗ്രാമങ്ങളെ. മറ്റു ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ് ആണ്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സെറ്റിൽമെന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഭാഗം നമ്മൾ ഓരോന്നും എന്താണെന്ന് നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. ഈ ഭാഗത്ത് ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ ആണല്ലോ? മറ്റൊരു ടോപ്പിക് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ. എന്താണ്, ഇന്ത്യൻ കാർഷിക മേഖല നേരിടുന്ന ഒരു 3-4 പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു എക്സ്ട്രാ പ്രതീക്ഷിക്കാം. ഷുവർ ആണ്, എന്തായാലും ഇത് എക്സാം ചോദിക്കും. പഠിച്ചോളൂ ടോപ്പിക്. ഒന്ന് ഡിപ്പെൻഡൻസ് ഓൺ മൺസൂൺ. എന്താണ്, മൺസൂണിനെ ആശ്രയിക്കുന്നത് അല്ലെ, ഒന്നാണ് മൺസൂണിനെ ആശ്രയിക്കുന്നത്. ദെൻ ഇപ്പോ രാജസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, വരൾച്ച ബാധിത പ്രദേശങ്ങളിലും തുച്ഛമായ മഴയാണ് ലഭിക്കുന്നത്. നല്ല മഴ ലഭിച്ച പ്രദേശങ്ങളിൽ പലപ്പോഴും ഏറ്റക്കുറച്ച് വിധേയമാണ്. ഇന്ത്യൻ കർഷകൻ 2 വലിയ തിന്മകൾക്കിടയിലാണ്. ചെകുത്താനും പിശാചിനും കടലിന്റെ നടുവിൽ എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ജലസേചന സൗകര്യങ്ങളും ഒക്കെ ചില സമയങ്ങളിൽ എന്തല്ല, അത് പോസിബിൾ അല്ല. ഓക്കെ. അപ്പൊ മറ്റൊന്ന് ലോ പ്രൊഡക്ടിവിറ്റി, കുറഞ്ഞ ഉൽപാദനക്ഷമത. ഇന്ത്യൻ വിളകളിൽ നിന്നുള്ള വിളവ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ വിളവ് ഒരിക്കലും അന്താരാഷ്ട്ര തലത്തിൽ എത്തുന്നില്ല. ഇന്ത്യയിൽ 1 ഹെക്ടർ അരി, ഗോതമ്പ്, പരുത്തി എന്നിവ എന്താണ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, റഷ്യ, USA, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്, വളരെ കുറവാണ്. അപ്പൊ ലോ പ്രൊഡക്ടിവിറ്റി ഒരു ഒന്നാണ്. ഓക്കെ അല്ലേ? മറ്റൊന്നാണ് എന്ത്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ഇൻഡെപ്റ്റൻസ് എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളും കടബാധ്യതയും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഉൾപ്പെടുത്തണം. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. മാത്രമല്ല നമ്മുടെ നോട്ട്സ് ലഭ്യമാണ്. നിങ്ങൾ നമ്മുടെ ഓണം എക്സാമിന്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഈ നോട്ട്സും അതുപോലെ ഒരുപാട്
ഓരോ ചാപ്റ്റർ സമ്മറി ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. PYക്കും മൈക്രോ ബിറ്റ് വരെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഓക്കെ അല്ലേ സെറ്റ് ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചോളൂ. നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എസ്സേ നിർബന്ധമായിട്ടും വരും. ഒരിക്കലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എസ്സേ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതി. എന്തായാലും ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക്സുകളാണ്. അപ്പോൾ ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ബൈ.